സമയം 7 മണിയായി. സൂസന്ന വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. അയ്യോ, കേക്ക് ഓവനിലിരിക്കുന്നത് മറന്നുപോയി. റെഡിയായോ നോക്കട്ടെ. ഗ്രേസിയെ ഞാനിങ്ങെത്തി. മുട്ടിനൊക്കെ വയ്യ, വേദനയാടി. കുഴമ്പൊക്കെ തേച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. നീ എന്താ വിചാരിച്ചത്? ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ. എന്തിയടി വർക്കിച്ചൻ എവിടെ പോയി? നിന്റെ സോമേലച്ചായനാണല്ലോ ഇവിടുത്തെ അച്ചായനെ നമ്മുടെ പള്ളിയിലെ കരോൾ റൗണ്ടിനെ വിളിച്ചോണ്ട് പോയത്, പറഞ്ഞില്ലേ? അയ്യോ, ഞാനത് മറന്നു. എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരിക. പണ്ട് നമ്മൾ മഞ്ഞിലൂടെ തത്തി തത്തി കരോളിന് പാടാൻ പോയത്. നമ്മുടെ ഇച്ചായന്മാർ എന്ത് നല്ല പാട്ടുകാരാ. ഓർമ്മയുണ്ടോ നമ്മളൊക്കെ ഒരുപാട് തവണ ഒരുമിച്ച് പാടിയത്? ഗ്രേസി, നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഓ, അത് വാട്സാപ്പ് മെസ്സേജാ. കുറച്ചു മുമ്പേ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അബർഡീൻ പ്രയർ ഗ്രൂപ്പിന്റെ യൂട്യൂബ് ലൈവ് കാണാമെന്നും പറഞ്ഞ് ക്രിസ്മസ് പ്രോഗ്രാം. എൻ്റെ മോളും വിളിച്ചിരുന്നു. എങ്ങനെയാണ് ലൈവ് കാണേണ്ടത് എന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഈ പിള്ളേരുടെ ഒരു വിചാരം നമുക്കൊന്നും ഇതൊന്നും ഓണാക്കാൻ അറിയില്ലെന്നാ അവര് പറയുന്നേ. എന്താ വാടി ഇത്? പേടിച്ചു പോയല്ലോ. നീ വല്ല ബോംബും വെച്ചിട്ടുണ്ടോ? ഓ, ഈ സീസണയുടെ ഒരു കാര്യം, ചെറിയൊരു സൗണ്ട് കേട്ടാ മതി, പേടിയാ. അതേ, കരോൾ റൗണ്ടിന്റെ കലാശക്കൊട്ട് ഇവിടെ വെച്ചാണ്. എല്ലാവർക്കും ഒരു ചിക്കൻ ബിരിയാണി കൊടുക്കാന്ന് വിചാരിച്ചു. കുക്കറിന്റെ സൗണ്ടാ കേട്ടത്. നമ്മുടെ അബർഡീനിലെ ക്രിസ്മസ് ഒക്കെ എന്ത് രസമായിരുന്നു. പാട്ടും ഡാൻസും സ്കിറ്റും, എന്ത് നല്ല ഓർമ്മകളായിരുന്നു അതൊക്കെ. ശരിയാ, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. നമ്മൾ കളിച്ച ഡാൻസ് ഒക്കെ നീ ഓർക്കുന്നുണ്ടോ? ആ, കുറച്ചൊക്കെ എൻ്റെ ഫോണിലുണ്ട്. ഒന്ന് കാണിച്ചേ. ശ്രീയേശുനാഥൻ രാജാധിരാജനായി പിറന്നു വന്നെന്ന ഗാനം. വാനമതിൽ താരകളിൽ കാച്ചിലമ്പൊലി കേൾക്കുന്നു. ഇടി ഗ്രേസിയെ, നമ്മുടെ പള്ളി 2008 തുടങ്ങിയപ്പോൾ ആദ്യം കുർബാന അർപ്പിച്ചത് നമ്മുടെ ജോസ് വർഗീസ് അച്ഛനല്ലേ? ആ സൂസന്ന, അതൊക്കെ മറക്കാൻ പറ്റുമോ? അതുപോലെ 2009 അബർഡീൻ കോൺഗ്രിഗേഷൻ ഒഫീഷ്യലായി ലോഞ്ച് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ വലിയ തിരുമേനിയാ. ആ, അതെ അതെ. എത്രയെത്ര അച്ഛന്മാർ നമ്മുടെ പള്ളിയിലിരുന്നു. എല്ലാ വർഷവും നമുക്ക് ക്രിസ്മസ് ഒരു ആവേശം തന്നെയായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ചുറുചുറുക്കുള്ള അച്ഛനാണെന്നാണ് മക്കൾ പറഞ്ഞ്. ഞാൻ കേട്ടായിരുന്നു. PhD ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. ആ, അച്ഛൻ്റെ പേര് മെറിൻ മാത്യു എന്നാണ്. ആ, അതുപോലെ അച്ഛന്റെ കൊച്ചമ്മ ഒരു മിടുക്കിയാണ്, നല്ല പാട്ടുകാരിയാ. ഇന്ന് കൊച്ചമ്മയും കൂടെ പാടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ, നമുക്ക് ലൈവായിട്ട് കേക്കാം. പിന്നെ ഇപ്പോഴും രേണു തന്നെയാണ് സെക്രട്ടറി. ഓ, ആളിന് ഒരു നര പോലും ഇല്ല.
ആ എന്താണാവോ അതിൻ്റെ രഹസ്യം? മോൾ പറഞ്ഞു അവർ കൊച്ചിലെ കളിച്ച ഒരു ഡാൻസ് ഈ വർഷം റിക്രിയേഷൻ ചെയ്യുന്നെന്ന്. ഓ എൻ്റെ ഗ്രേസിയെ, റിക്രിയേഷനല്ല റീക്രിയേഷനാണ്. ഓ, അങ്ങനൊക്കെ ഒരു അബദ്ധമൊക്കെ ഇടയ്ക്ക് പറ്റും എൻ്റെ സൂസന്നേ. പിള്ളേരുടെ പണ്ടത്തെ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഈ പാട്ടല്ലേ? ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. മതി മതി, നമ്മൾ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. നീ യൂട്യൂബ് ലൈവ് ഓണാക്ക്. ഓക്കെ ഓക്കെ, ഓണാക്കിയേക്കാം. അന്നൊരു നാൾ ബെത്ലഹേമിൽ പിറന്നു പൊന്നുണ്ണി, മേരി സോനു ഈശജൻ പിറന്നീ ക്രിസ്മസ് നാൾ. ദൂതവൃന്ദം പാടുന്നു പ്രദേശൻ ജാതനായി. ഈ ക്രിസ്മസ് മൂലം മാനവൻ എന്നെന്നും ജീവിക്കും. കരോൾ റൗണ്ടിങ് എത്തിന്നാ തോന്നുന്ന സൗണ്ട് കേൾക്കുന്നു. ഓ ഏതായാലും അവരെത്തും മുമ്പ് യൂട്യൂബ് ലൈവ് തീർന്നല്ലോ. നിന്റെ ബിരിയാണിയൊക്കെ റെഡിയല്ലേ? ആ അതെ അതെ സൂസന്നെ, ബിരിയാണിയൊക്കെ ഒന്ന് വിളമ്പാൻ സഹായിക്കണേ, പിന്നെ കഴിക്കാനും. ഫാദറിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. കാരണം നിങ്ങൾ നൽകിയ വാം വെൽക്കമിന്, പാട്ടിന്റെ കരമഴ, നിങ്ങളുടെ സ്നേഹത്തിന്. അപ്പം ഫാദർ ഭൂമിയാണ് കാരണം. ഇനി അടുത്ത ഫ്ലൈറ്റ് എത്രയും പെട്ടെന്ന് നമുക്ക്